വെൽക്കം ടു കിച്ചൺ ആർട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു ലിവർ പെപ്പർ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കൻ ലിവർ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1-2 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് നല്ലപോലെ വാടി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വന്ന ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിതിലേക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ലിവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഈ മസാലയുമായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇടയ്ക്കൊക്കെ നമുക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി ഇതാ 10 മിനിറ്റിന് ശേഷം ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഈ ചിക്കൻ ലിവറൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ വെള്ളം അധികം ഉണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിമിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്.